ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇക്കായ ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടാണ് ഇക്കായ കൂടി കൂട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ബൊഗൈൻവില്ല പോട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അന്ന് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാമെന്ന്. ഇതിപ്പോൾ എന്തായാലും ചട്ടിയൊക്കെ മാറ്റി വെക്കാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ചട്ടിക്ക് ചുറ്റും പുല്ല് വളർന്നിട്ട് ചട്ടി കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ചട്ടി ഫുള്ള് അഴുക്കും പിടിച്ചിട്ടുണ്ടേ. ഇനി എന്തായാലും ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ചട്ടിയൊന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് നമുക്കിതിനെ മുറ്റത്തേക്ക് പറക്കി വെക്കാം കേട്ടോ. നമ്മുടെ ഈ കോൺക്രീറ്റ് ചട്ടി കാണാനൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ. ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ നല്ല വെയിറ്റ് ആണേ. 1 വീക്ക് മുന്നേ ഈ ബൊഗൈൻവില്ലാസ് എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അതിന് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തതാണ്. നല്ല തളിർത്ത് വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും ആ ചട്ടിയിലുള്ള കളകളെല്ലാം ഒന്ന് ഒഴിവാക്കി കളയണം. ചട്ടിക്ക് ചുറ്റും കളകളുണ്ടെങ്കിലും ചട്ടിക്കുള്ളിൽ കളകൾ കുറവാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കെല്ലാം അതിനെ എടുത്ത് കളയാറുണ്ടായിരുന്നു. എനിക്ക് ഈ ചെടി നടുന്ന പോട്ടിൻ്റെ ഉള്ളിൽ കളകൾ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാക്സിമം ഞാൻ അതിനെ കിട്ടുന്ന ടൈമിലെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ചില ചട്ടികളിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബൊഗൈൻവില്ലാസ് കൂടുതലും ഹൈബ്രിഡ് ആണ്. 1-2 മാത്രമേ ഉള്ളൂ നാടൻ വെറൈറ്റിയിലും. അന്ന് നമ്മളിത് മേടിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് ബൊഗൈൻവില്ലാസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയത്ത് വെക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും നാളും മഴയത്ത് തന്നെയാണ് ഇരുന്നത്. അതിൽ ഒരു ബൊഗൈൻവില്ലയുടെ ലീഫെല്ലാം അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനൊന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അത് മേടിക്കുന്ന ടൈമിലും അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ലായിരുന്നു. ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ അത്രയും ഒരു ഗ്രോത്ത് അതിനുണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നോക്കിയാണ് ഞാൻ എടുത്തത്. എന്തായാലും നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചട്ടി തേച്ചൊരച്ച് കഴുകിയെടുക്കണം കേട്ടോ. ഞാനൊരു സ്ക്രബ്ബറും സോപ്പ് സൊല്യൂഷനും എടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇതിനെ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കാം. ഈ പോട്ടുകളും ബൊഗൈൻവില്ലയും നമ്മൾ ഒരുമിച്ച് മേടിച്ചതാണേ. എനിക്ക് തോന്നുന്നു ഏകദേശം 2 months ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിട്ട വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഡേറ്റ് എന്നാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഉടനെ ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. ഈ മൺചട്ടി ആണെങ്കിലും കോൺക്രീറ്റ് ചട്ടി ആണെങ്കിലും ഇങ്ങനെ പായൽ പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കെല്ലാം അതിനൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ഇടയ്ക്കെല്ലാം മഴയായതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താലും അതിനൊന്ന് ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഞാൻ എന്തായാലും പെയിൻറ്റിങ്ങിന് നിൽക്കുന്നില്ലേ. ഒരു ചട്ടി ഒന്ന് തേച്ചരച്ച് കഴുകിയതിന് ശേഷം അത് വാഷ് ചെയ്യാനായിട്ട് പിന്നെ പൈപ്പ് തുറക്കാനായിട്ട് പോകണം കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ലാഗ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അന്നേ ഇതിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെച്ചിരുന്നെങ്കിൽ ഇത്രയും പായൽ പിടിക്കത്തില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഈ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ റൂട്ടൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായതിനു ശേഷം മാറ്റി വെക്കാമെന്ന് വെച്ചിട്ടാണേ. നമുക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ മഴവെള്ളം വീഴാത്തതായിട്ട്. അവിടെ നമുക്ക് ഇപ്പോൾ ഇരിക്കുന്നത് വിങ്കയും കുറച്ച് ചൈനീസ് ബോൾസും ഒക്കെയാണ്. എന്നാൽ പോലും വിങ്കയിലെല്ലാം മഴവെള്ളം എറിച്ച് വീണിട്ട് കുറേ വിങ്കാസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട് ഒരു മഴവെള്ളം വീഴാത്ത രീതിയിൽ പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന്. ഇപ്പോൾ എന്തായാലും ഒരുപാട് കാശ് മുടക്കി അതൊന്നും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലല്ലേ. നമുക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്യാമല്ലേ. എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കുമല്ലേ മേടിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് വെറുതെ എന്തിനാണ് ഈ ചെടികൾ മേടിച്ച് കാശ് കളയുന്നതെന്ന്. അത് ഞാൻ വെറുതെ കളയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണത്. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സന്തോഷത്തിന് ഒരു ചെടിയൊക്കെ മേടിക്കുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അങ്ങനെ എന്തായാലും കുറച്ചു നേരം കഷ്ടപ്പെട്ട് നമ്മുടെ ചട്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടേ.
ഇനി നമുക്ക് ഇതിനെ കുറച്ച് ഒന്ന് പ്രൂൺ ചെയ്ത് എടുക്കണം. ഞാൻ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയതാണ്, ഞാൻ പറഞ്ഞതാണല്ലോ. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ ബൊഗെയിൻവില്ലയുടെ സീസൺ. എനിക്ക് ശരിക്കും അധികം ബൊഗെയിൻവില്ല വളർത്തി ശീലമില്ല കേട്ടോ. അന്ന് ഞാൻ നമ്മുടെ കരിയില കമ്പോസ്റ്റിലൊക്കെ ഇത് നടുന്നത് കണ്ടിട്ട് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കരിയില കമ്പോസ്റ്റിൽ നട്ടാൽ ശരിയാവോ, പോട്ടി മിക്സ് ശരിയല്ല എന്നൊക്കെ. പക്ഷേ ഇതുവരെ എന്തായാലും അവർ ഓക്കെ ആണേ. ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പതിയെ ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ റെഡ് പോട്ടിൽ കറക്റ്റ് റെഡ് അല്ല, പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ കറക്റ്റ് റെഡായിട്ടാണ് തോന്നുന്നത്. ആ ഗ്രീൻ കളർ ലീഫ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോണേ കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഇനിയാണ് നമുക്ക് ഹെൽപ്പറുടെ ആവശ്യമുള്ളത്. അങ്ങനെ എന്തായാലും ഞാൻ പോയി ഇക്കായെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഷെയ്ഡിൻ്റെ മുകളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ടേ. നമ്മുടെ ഷെയ്ഡിൻ്റെ മുകളിലേക്ക് ഇറങ്ങൽ കുറച്ച് ടാസ്ക്കാണേ. അപ്പോൾ പിന്നെ ഇവരെ അവിടെ പിറക്കി വെച്ചാൽ ഫെർട്ടിലൈസർ കൊടുക്കലും കെയറിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. എന്നാലും ഇടയ്ക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിൽ കയറി വേണം അവരെ ഒന്ന് കെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ശരിക്കും നിലവിൽ അവർക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അത്യാവശ്യം സൺലൈറ്റും ഉണ്ട്, അതുപോലെ മഴവെള്ളവും അധികം വീഴില്ല. ഈ പോട്ടിനെ ഇതുപോലെ എടുത്ത് പൊക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നേ. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ചട്ടികളെല്ലാം പറക്കി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഓരോ ചട്ടിയും എടുത്ത് കസേരയുടെ മണ്ടയിൽ ഇതുപോലെ കയറിയിട്ട് വേണം കയ്യിലേക്ക് കൊടുക്കാനായിട്ടേ. അതുപോലെ മുകളിൽ നിന്ന് ഇതുപോലെ വാങ്ങിക്കാനും ബുദ്ധിമുട്ടായിരുന്നേ. ശരിക്കും നമുക്കൊക്കെ ശരീരം അണങ്ങിയുള്ള പണികൾ വളരെ കുറവാണല്ലേ. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്തിരുന്നത് പോലെ കല്ലിൽ അരയ്ക്കലും അതുപോലെ കല്ലിൽ തുണി അലക്കലും ഒന്നും ഇല്ലല്ലോ. മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം വാഷിംഗ് മെഷീനും മിക്സിയും ഒക്കെ ഉണ്ടല്ലേ. മിക്സിയൊക്കെ ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ റെയർ ആയിട്ടേ കാണത്തുള്ളൂ അല്ലേ. ആകെപ്പാട് ശരീരം അനങ്ങിയുള്ള ജോലികൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചട്ടികൾ പറക്കലും എടുക്കലും കൊടുക്കലും ഒക്കെയാണ്. അതുപോലെ കളകളൊക്കെ പറിച്ച് കളയലും, അല്ലാതെ വേറൊരു പണിയില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് കൂടി നല്ലതാണേ. ശരിക്കും എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്, എന്നാലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് ഒരു പോട്ട് കൂടിയുണ്ട്. അത് നല്ല വെയിറ്റുള്ള പോട്ടാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് നട്ട ബൊഗെയിൻവില്ല. എല്ലാ വർഷവും നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഏകദേശം 2-3 വർഷമായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വെയിറ്റും ആ പോട്ടിനുണ്ട്. അങ്ങനെ വേറൊരു സൈഡിൽ പോയിട്ടാണ് അതിനെ ഒന്ന് പൊക്കി കൊടുത്തത്. അവിടെ ഇത്രയും ഹൈറ്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. അത് ഞാൻ താഴെ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ഇക്കാടെ ഡ്യൂട്ടിയാണേ. ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം അങ്ങ് ഏൽപ്പിച്ചാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് വെള്ളം കൊടുക്കാനായിട്ട് ഡ്രിപ്പർ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ ഇപ്പം മഴയാണ്, എന്നാലും ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ മഴയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ അത് സ്വിച്ച് ഒന്ന് ഓണാക്കിയാൽ മതിയായിരിക്കും. അങ്ങനെയെല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നിറച്ച് പൂക്കളോടെ ആയി കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. ശരിക്കും ഈ ബൊഗെയിൻവില്ലാസൊക്കെ ഏത് കളേഴ്സ് ആണെന്ന് കൂടി എനിക്കറിയില്ലേ. ഒരു യെല്ലോയും പിന്നെ നമ്മുടെ ഒരു നാടൻ വെറൈറ്റി ഉണ്ട്, വൈറ്റ് ഉണ്ട്. അല്ലാതെ എല്ലാ വെറൈറ്റീസും ഏത് കളറാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ മേടിച്ചത്. നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് നിറയെ പൂക്കളും മൊട്ടുകളും ആയി നിൽക്കുന്നുണ്ട്. ഈവനിങ് ആകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടൻ വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത്രത്തോളം മണം ഉള്ളതെന്നാണ് പറയുന്നത്. ഹൈബ്രിഡ് എപ്പോഴും പൂക്കളുണ്ടാകും, പക്ഷേ ഇത്രയും മണം ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ഓക്കെ, ബൈ.